നമ്മളിവിടെ ഒരു 20 ബാങ്കോളം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, 20 ഫിനാൻസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും എല്ലാ വണ്ടികളും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നമ്മൾ ക്യാഷ് വണ്ടികൾക്ക് ലോൺ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാറ് വാങ്ങാനുള്ള പൂതിയുണ്ടോ? കയ്യിൽ 50,000 രൂപയുണ്ടോ? നിങ്ങളെ സിബിൽ സ്കോർ അതുപോലെ തന്നെ ലോൺ ഓപ്ഷനൊക്കെ നിങ്ങളത് കറക്റ്റ് ആണോ എങ്കിൽ നിങ്ങൾ നേരെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തെ ദുബായ് മോട്ടോഴ്സിലേക്ക് പോന്നോളൂ. ഇവിടെ ഒരുപാട് ചെറുവണ്ടികളുടെ ചാകരയാണുള്ളത്. വെറും 50,000 രൂപയുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ഇവിടുന്ന് ലോൺ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മലപ്പുറത്ത് നിന്ന് ചാടി ഞാൻ നേരെ തൃശ്ശൂർ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, കുന്നംകുളത്ത് അടുത്തുള്ള ദുബായ് മോട്ടോഴ്സിലാണ്. കുന്നോളം വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു യാർഡാണിത്. മാക്സിമം 35 വണ്ടികളാണ് ഇവിടെ സ്റ്റോക്കുള്ളത്. ഒക്കെ ചെറുവണ്ടികളാണ്. സ്വിഫ്റ്റ് കാറുകൾ അതുപോലെ തന്നെ വാഗനർ നോക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. അപ്പോൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. എന്നോടൊപ്പം ഉള്ളത് ബിജുവേട്ടനാണ്. ബിജുവേട്ടന് ഇവിടുത്തെ ഓണറാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു സ്വിഫ്റ്റ് കാറിൽ നമുക്ക് തുടങ്ങാം. ഒരു റെഡ് കളറിൽ വരുന്ന നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടിയാണ്. കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ള വണ്ടി അല്ലേ ഇത്? ബിജുവേട്ടാ, ഇത് എത്ര മോഡലാണ് വണ്ടി? ഇത് 2021 ZXi സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇത് പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, 21 മോഡൽ 22 റൈസ്. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. ഓക്കെ, വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? വണ്ടി ഇത് ഓടിയിട്ടുള്ളത് 60 കിലോമീറ്റർ. സിംഗിൾ യൂസ് വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഓക്കെ, സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും? എല്ലാം കറക്റ്റ്. കമ്പനി സർവീസുള്ള വണ്ടികൾ മാത്രമേ അവിടെ എടുക്കുള്ളൂ. എല്ലാ വണ്ടികളും സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വണ്ടികൾ എടുക്കുക. ഓക്കെ, കൊടുക്കുന്ന പാർട്ടിക്ക് സർവീസ് നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വാറണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. 2026 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള കാറാണ്. ഓക്കെ 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 ഓക്കെ. വണ്ടി യാതൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നും, നോ ആക്സിഡന്റ്, നോ റീപ്ലേസ്മെന്റ്, നോ ഫ്ലഡ്, ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു 100% വിശ്വസിച്ച് മേടിക്കാവുന്ന ഒരു വണ്ടിയാണ്. ഇതില് ABS, എയർ ബാഗ്, പിന്നെ ഓട്ടോമാറ്റിക് എയർ കൺട്രോളർ, റിയർ വൈപ്പർ, ഒരുപാട് ഓപ്ഷൻ കൂടിയ വണ്ടിയാണ് ZXi എന്ന് പറയുന്നത്. ടോപ്പ് അല്ലേ? VXi അപേക്ഷിച്ചിട്ട് ZXi കൂടുതലാണ്. ഇതിന്റെ ടോപ്പ് വരുന്നത് ZXi ഓപ്ഷൻ വരും. ഓക്കെ, ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് നിങ്ങൾ ആസ്കിങ് എത്രയാണ്? ഇതിന് ആസ്കിങ് പറയുന്നത് 6,90,000 രൂപ റേറ്റ് ഇല്ല. 690, 690. ഓക്കെ ഓക്കെ ഓക്കെ. വില നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്, ചെറിയ നെഗോഷ്യബിൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ചെറിയ മട്ടത്തിൽ വില കുറച്ച് തരും. ഒരു അല്ല, ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ മട്ടത്തിൽ എന്തെങ്കിലും കുറച്ച് തരും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളി. ഫിനാൻസ് മാക്സിമം എത്ര കയറും? ലോൺ മാക്സിമം ഒരു 6.25 ലക്ഷം രൂപ ലോൺ കിട്ടും. സിംഗിൾ 50 വരെ കിട്ടും. 6.25 വരെ കൊടുക്കാം. 6.25 വരെ കിട്ടും. നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ ഏകദേശം 6.25 വരെ കൊടുക്കും. കാരണം ഇത് സിംഗിൾ ഓണർ ആണ്, പിന്നെ ZXi അല്ലേ, കാരണം മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. മാക്സിമം ഒരു 60 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ ബാണെങ്കിൽ വിളിച്ചോ. ഒരു സ്വിഫ്റ്റ് കാറിന് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ സ്വിഫ്റ്റ് കാർ അതുപോലെ തന്നെ വാഗനർ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ചാകരയാണ്, സ്വിഫ്റ്റിന്റെയും വാഗനറിന്റെ ചാകരയാണ്. ഒക്കെ ചെറുവണ്ടികളാണ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ വിജോട്ടാ, ഇത് ഡീസലാ പെട്രോളാ വണ്ടി? ഇത് പെട്രോള് 2021 തന്നെ ZXi ഓട്ടോമാറ്റിക്. ഓക്കെ, ബ്ലൂ കളറ്, സിംഗിൾ ഓണർ, ക്ലീൻ വണ്ടി, ഒരു ആക്സിഡന്റും ഇല്ല, റീപ്ലേസ്മെന്റും ഇല്ല, അങ്ങനത്തെ അത്രയും നീറ്റ് വണ്ടി. ഫുൾ സർവീസ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇത് ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി സർവീസ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടോ ഓടിയിട്ടുള്ളത് 63 ഓടിക്കണല്ലേ? ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, വിശ്വസിച്ച് മേടിക്കാം. പക്ക വണ്ടിയല്ല? പക്ക വണ്ടി. ഓക്കെ. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിലും പുറത്ത് നോക്കാനൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഏകദേശം എത്രയാണ് നിങ്ങൾ ആസ്കിങ് ചോദിക്കുന്നത്? ഇത് 6.80 ആണ്. വില നെഗോഷ്യബിൾ അല്ല? വില കുറച്ച് കൊടുക്കും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഓക്കെ, ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നല്ല, വില കുറച്ച് തരും. ഇത് മാക്സിമം ഒരു 50,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. ലോഞ്ച് ചെയ്യാൻ പറ്റും. 50,000 ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇട്ട് ഇറക്കാൻ പറ്റും. വണ്ടി കുറച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് ഷോറൂം സർവീസ്. ഓക്കെ, വണ്ടി ഗ്യാരണ്ടി ഒക്കെ തരുന്നുണ്ട് മൂപ്പര്. ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 100% ഗ്യാരണ്ടി. ഓക്കെ, 100% ഗ്യാരണ്ടി ആണ്. അപ്പൊ ബാണെങ്കിൽ വിളിച്ചോ. ഇത് എത്ര മോഡലാണ്? ഇത് 2019 പെട്രോൾ LXi വണ്ടി. പെട്രോൾ LXi ആണ് ഗ്യാരണ്ടി വരുന്നത്. ഇപ്പൊ നമ്മള് 3 വണ്ടിയും പെട്രോൾ ആണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഇവിടെ സ്വിഫ്റ്റിന്റെ ഒരു ചാകര തന്നെ പറയാം. സ്വിഫ്റ്റുകള് ഫസ്റ്റ് സ്വിഫ്റ്റ്, സെക്കൻഡ് സ്വിഫ്റ്റ്, തേർഡ് സ്വിഫ്റ്റ്, ഫോർത്ത് ബലീനോ, ഫിഫ്ത്ത് സ്വിഫ്റ്റ്, ഉള്ളു ഭാഗത്തുണ്ട്. ഉള്ളിലും സ്വിഫ്റ്റുകൾ ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, വണ്ടി ഉള്ളു ഭാഗത്തും ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഏത് വണ്ടി കാണിച്ചു തരാം. 2 വീടാക്കിട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് മോഡല് 19 ആണ്. പിന്നെ LXi ആണ്.
മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടോ ഓടിയിട്ടുള്ളത് 82 ഓടിക്കുന്നത്. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് കഴിക്കണം അല്ലേ? ഓക്കെ. ഈ തട്ടുമുട്ട് ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ആണ്, ഫുൾ ഗ്യാരണ്ടി. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി. അഗ്രിമെന്റിൽ നമ്മൾ കറക്റ്റ് എഴുതി കൊടുക്കും. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഫുൾ എഴുതി കൊടുക്കും. അത്രയും ഗ്യാരണ്ടി. വണ്ടി എടുക്കുമ്പോൾ അത്രയും നോക്കിയിട്ട് വണ്ടി എടുക്കണല്ലോ. ഫുൾ ചെക്കപ്പ് കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് മാത്രമാണ് വണ്ടികൾ എടുക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. നല്ല മാന്യമായ ഡീലിംഗ് ആണ്, എന്ന് പേടിക്കണ്ട കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ എത്ര ചോദിക്കണത്? ഇത് റേറ്റ് പറയുന്നത് 470 റേറ്റ്. 470. എല്ലാം കുറയാനുണ്ടോ? വില കുറയും. ഒരു 4.4 വരെ ലോൺ കയറും. ഒരു 4.65 വരെ ഫൈനൽ കൊടുക്കും. 5 രൂപ നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ. 10-40 രൂപ ഉണ്ടെങ്കിൽ 40 രൂപ ഉണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് റോഡിലേക്ക് ഇറക്കാം. 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും. നല്ല അടിച്ചാപ്പൊളി വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളി. അതിന്റെ ബലോന നമുക്ക് നോക്കാം. ഇത് ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ വണ്ടിയാണ്. ഓക്കെ. എത്ര മോഡലാണ്? 2017 അൽഫ. അതില് ബലിനോയുടെ RS. കോസ്റ്റ്ലി വണ്ടിയാണ്. RS ഇറങ്ങിയ വേരിയന്റ്. അത് അധികം ഇറങ്ങിയിട്ടില്ല. റയർ വണ്ടികളാണ്. അറിയുന്നവർക്ക് അറിയാം. അധികം ഓടിയിട്ടില്ല. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. RS മോഡലിൽ കുറച്ച് പ്രത്യേകതകൾ വരും, എക്സ്ട്രാ വരും. അതൊക്കെ ഇതിലുള്ള വണ്ടികളാണ്. നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. മോഡൽ എത്രയാണ് വരുന്നത്? ഇത് 2017 മോഡലാണ് വരുന്നത്. ഇത് മാനുവൽ അല്ല വണ്ടി? മാനുവൽ വണ്ടിയാണ്. ഓക്കെ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല. ഇതും അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫുൾ ഗ്യാരണ്ടി ആണ്. നല്ല വണ്ടിയാണ്. ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് റേറ്റ് ചോദിക്കുന്നത് 540 ആണ്. അപ്പോ വില കുറയൂല? എന്തായാലും 5.4 ലോൺ കൊടുക്കാം. 5.4 ലോണോ? ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി വിടാം. നീറ്റ് വണ്ടിയാണ്. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം 15,000 രൂപ മതിയല്ല? 15-20 രൂപ എന്തായാലും വേണമല്ലോ? ഓക്കെ. 20 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇട്ടെടുക്കാൻ പറ്റും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കളി മാണെങ്കിൽ വിളിച്ചോ. അൽഫ ഫുൾ ഓപ്ഷൻ. നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാറിലേക്ക് പോവാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2017 സിംഗിൾ ഓണർ. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ പെട്രോൾ? ഡീസൽ വണ്ടി അല്ല. ഏത് ഓപ്ഷൻ? LD ഓപ്ഷൻ. LD ആണ്. ഓക്കെ. LD ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1 lakh ഓടിയുണ്ട്. 1 lakh ഓടിയുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. വണ്ടി എന്ത് പാട്? ഇതും ഫസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ. ഇത് നിങ്ങൾ ആസ്കിങ്? ഇത് റേറ്റ് പറയുന്നത് 450. ഓക്കെ. അപ്പൊ വില എന്തെങ്കിലും കുറയും. നെഗോഷിയേറ്റ് ചെയ്യും. എത്ര മാക്സിമം ഫിനാൻസ് കിട്ടും? ഇതൊരു 4.20 വരെ ലോൺ കയറും. 4.20 വരെ ലോണും കൊടുക്കാൻ പറ്റും. 30 രൂപ കയ്യിലുണ്ടായി. 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം. അപ്പോ ആവശ്യമുള്ളവർ വേഗം വന്നോളി. ഇത് മോഡൽ എത്ര? ഇത് 2019 സ്വിഫ്റ്റ്. 2019 മോഡലാണ്. ഇത് ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി അല്ലേ? ഓപ്ഷൻ വരുന്നത് VDI. ഓക്കെ. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടം 60,000 കിലോമീറ്റർ. 60 ഓടിക്കും. സെക്കൻഡ് ഓണർ ആണ്. 60 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആണ്. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് നിങ്ങൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് ആസ്കിംഗ് പ്രൈസ് 650 ആണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാളി. മാക്സിമം 10-50 രൂപ ഇറക്കാൻ പറ്റും. 50 രൂപ മതി. മാക്സിമം വണ്ടികള് 30 രൂപ, 40 രൂപ, 50 രൂപ അതിന്റെ ഉള്ളിലുള്ള ലോണ് ക്യാഷ് ഉണ്ടെങ്കിൽ ബാക്കി വണ്ടി ഇറക്കാം. ഓക്കെ. ഇവിടെ മാക്സിമം 50,000 രൂപയുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏകദേശം വണ്ടികൾ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി യാർഡാണ് ഇന്നത്തെ. ഇവിടെ നമുക്ക് ഒരു 3 മാരുതി വാഗണർ ഒന്നിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം അല്ലേ? അതെ. ഇത് 2011 മോഡൽ. ഓക്കെ. ഇത് ഓപ്ഷൻ വരുന്നത് VXI ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ, സെൻട്രൽ ലോക്ക്, റിമോട്ട് സെറ്റ്, റിയർ വൈപ്പർ, ഫോഗ് ലാമ്പ് എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് 1 lakh ഓട്ടം. ഓണർ സിംഗിൾ ഓണർ. വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളുള്ള റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. തട്ടുമുട്ട് ഒന്നുമില്ല. ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടിയാണ്. ഇത് നിങ്ങൾ എത്ര ആസ്കിങ്? ഇത് ആസ്കിങ് 225. 2011 മോഡലാണ്. 225 ആണ് ചോദിക്കുന്നത്. മാക്സിമം എത്ര ഉണ്ടെങ്കിലും ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വണ്ടിയിലോട്ട് പോകാം. ഇവിടെ കാണുന്ന ഈ വണ്ടി, ഇത് മോഡൽ എത്ര? 2015 വാഗണർ VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാം വരും. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ്. ഓടിക്കുന്നത് 62,000 കിലോമീറ്റർ. 62,000 സിംഗിൾ ഓണർ. ഓക്കെ. ഇത് വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഒരു കസ്റ്റമറിന് വിശ്വസിക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടി. ഫാമിലിയുടെ വണ്ടി ആയിരുന്നത്. ഒരു ഫാമിലി യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പൊ അവര് വിൽക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. 2013 മോഡൽ. 15 സോറി. 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXI ആണ്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. ഏകദേശം 62,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന് എത്ര
നമ്മൾ ചോദിക്കുന്നത് 3,400,000 രൂപ. 3,25,000 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 25,000 രൂപ. 25 മതി. വെറും 25 സ്ട്രോങ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ബാണെങ്കിൽ വേഗം വിളിച്ചോ. നമുക്ക് അടുത്തൊരു വാഗനറിലേക്ക് പോകാം. ലാസ്റ്റ് ഇത് എത്ര മോഡല്? 2015 വാഗണാർ LXi. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. വേറെ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർ. 3 വാഗണാറും സിംഗിൾ ഓണർ. 3 സിംഗിൾ ഓണർ. 3 വൈറ്റ് കളർ, 3 സിംഗിൾ ഓണർ. ഓക്കെ. ഇത് ഓട്ടം എത്ര ഉണ്ട്? ഇത് ഓട്ടം 70 കിലോമീറ്റർ. 70 കിലോമീറ്റർ ഓടിക്കുന്നത്. പിന്നെ വണ്ടി തട്ടുമുട്ട് ഒന്നുമില്ല. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 3,15,000 രൂപ. 3,15 ചോദിക്കുന്നത്. ഇത് മാക്സിമം എത്ര ഉണ്ടെങ്കിൽ? മാക്സിമം ഒരു 3 ലക്ഷം ലോൺ കൊടുക്കാം. 3 ലക്ഷം. 15,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കളി കേട്ടോ. ഇവിടെ നമുക്ക് കിയാന്റെ സോനറ്റ് നമുക്ക് പരിചയപ്പെടാം. മാനുവൽ വണ്ടി. ഓക്കെ. പെട്രോൾ അല്ല ഓപ്ഷൻ. ഇത് വേരിയന്റ് HTE സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. പിന്നെ പെട്രോൾ വണ്ടി. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് ഓടിയിട്ടുള്ള 24,000 കിലോമീറ്റർ തന്നെ. ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർ. വണ്ടി വേറെ റീപ്ലേസ്. ഇത് മോഡൽ എത്ര വരുന്നത്? 3 സർവീസ് കഴിച്ചിട്ടുള്ള അതിന്റെ തന്നെ 10, 20, 30. അതിൽ 24 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് തന്നെ. ഇത് മോഡൽ എത്ര? 22 ഡിസംബർ 31. 22 ലാസ്റ്റ് ഡിസംബർ 31 തീയതി വണ്ടി എടുത്തല്ലേ? ഓക്കെ. അപ്പോ ഇത് റൈസിന് എപ്പോ ചെയ്തത്? സെയിം ഡേറ്റ്. ഓക്കെ. 22 ഡിസംബർ 31. ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത് വില? ഇത് റേറ്റ് ചോദിക്കുന്നത് 850. 850 ആണ്. ഓക്കെ. വില കുറയൂലേ? വില ചെറിയൊരു നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇതിനും മാക്സിമം എത്ര ഫിനാൻസ് കിട്ടും? ഇതിന് ഒരു 750 ലോൺ കൊടുക്കാം. 750 ലോൺ കൊടുക്കാം. ഇതും 50,000 ഇറക്കാൻ പറ്റും തന്നെ. ഓട്ടം കുറഞ്ഞ വണ്ടി. കിയാന്റെ വണ്ടി 50,000 രൂപ മതി. അപ്പൊ വാണെങ്കിൽ വേഗം വിളിച്ചോട്ടാ. ഒരു കിയാന്റെ വണ്ടി നമുക്ക് പരിചയപ്പെടാം. സോണറ്റ് ആണ്. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? HTK പ്ലസ്. ഓക്കെ. HTK പ്ലസ്. ഓക്കെ. ഇത് ഡീസൽ അല്ല വണ്ടി? പെട്രോൾ ആണ്. മാനുവൽ ആണ്. ഓക്കെ. പെട്രോൾ ആണ്, മാനുവൽ ആണ്. വണ്ടി എത്ര ഓടിക്കണേ? ഇത് ഓടിയിട്ടുള്ളത് 42,000 കിലോമീറ്റർ. 42 ഓടിയിട്ടുള്ളൂ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ്, ഫുള്ള് കിയ സർവീസ്. ഓക്കെ. ഫുള്ള് കിയ ഹിസ്റ്ററിയിൽ ഉണ്ടാവും. സർവീസ് ബുക്ക് നിങ്ങൾ വേറെ എവിടെയും തപ്പണ്ട. കിയാല് പോയിട്ട് തപ്പി നോക്കിയാൽ മതി അല്ലേ? നമുക്ക് എടുത്ത് കൊടുക്കാം. ഓക്കെ. വേണമെങ്കിൽ ഇവർ തന്നെ എടുത്തു തരും ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് കൊടുക്കാം. ഒരു അല്ല, വില പറയണ്ട, ഒരു മിനിറ്റ്. നിങ്ങൾ ഇത് എത്ര പൈസ ഉണ്ടെങ്കിൽ ഇത് ലോൺ ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ? 50 രൂപ. 50 പ്രിൻസിപ്പൾ 50 രൂപ. 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കട്ടെ. 50,000 രൂപ മതി. കിയാന്റെ വണ്ടി സ്വന്തമാക്കാം. ഇനി വില നിങ്ങൾ പറഞ്ഞോളൂ. 750. 750 വില. 7 രൂപ നമുക്ക് ലോൺ കൊടുക്കാം. 7 രൂപ ലോൺ കൊടുക്കാം. ഓക്കെ. HTK പ്ലസ്. അപ്പൊ ബാണെങ്കിൽ BM വിളിച്ചോട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മിസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫാമിലിക്ക് വണ്ടി നോക്കുന്നവർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചെറിയ ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ഈ വണ്ടി, ഇവിടെയുള്ള എല്ലാ വണ്ടികളും ലോൺ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് വണ്ടിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ബിജോട്ട, ഇത് i20 അല്ല? Hyundai i20 ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി എലൈറ്റ്. ഓക്കെ. ഇത് എത്ര മോഡലാണ്? ഇത് 2015 മോഡൽ ഡീസൽ. ഓക്കെ. ഡീസൽ വണ്ടിയാണ്. വണ്ടി ഒന്ന് പാടിയത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. എത്ര ഓടി ഉണ്ടാവും? ഇത് ഓടിയിട്ടുള്ളത് 1,15,000 കിലോമീറ്റർ. 1,15 ഓടി ഉണ്ടാവും അല്ലെ? ഡീസലാണ്. ഓക്കെ. ഇതിനെത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് ചോദിക്കുന്നത് 4,50,000 രൂപ. 4,50 ആണ് ചോദ്യം. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം നമുക്കൊരു 4 lakh ലോൺ കൊടുക്കാം. 4 ലക്ഷം ലോൺ കിട്ടും കേട്ടോ. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. എത്ര മതി? ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആക്കാം. ഓക്കെ. വണ്ടി വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ നല്ല അടിച്ചപൊളി i20 ഡീസൽ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.